ഹലോ, ഗുഡ് മോർണിംഗ്. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് സൺഡേ ആണ്. ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ് ഞങ്ങൾ എണീറ്റപ്പോൾ എണീറ്റ് ജസ്റ്റ് ഒന്ന് മോൻ കഴുകി ബ്രഷ് ചെയ്ത് ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് പോവാൻ നിൽക്കുകയാണ്. സൺഡേ ആയതുകൊണ്ട് മിക്കവാറും നിന്റെ ഫേവറേറ്റ് ഫുഡായിരിക്കും ബ്രേക്ക്ഫാസ്റ്റിന്. എന്ത് ഉപ്പുമാവ്? അയ്യേ, എനിക്കൊന്നും ഇഷ്ടമല്ല. എന്തായാലും ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് പോയി നോക്കിയിട്ട് വരാം. കഴിക്കാൻ പറ്റുന്നതാണെങ്കിൽ കഴിച്ചിട്ട് വരാം. ഓഫ് ചെയ്തേക്ക്. അപ്പം ഞങ്ങൾ പോയിട്ട് വരാം. അങ്ങനെ ഞങ്ങളിതാ ഫുഡൊക്കെ കഴിച്ചെത്തി. ഇന്ന് പ്രതീക്ഷിച്ച പോലെ ഉപ്പുമാവല്ലായിരുന്നു, ഇന്ന് ദോശയും ചട്നിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഫുഡൊക്കെ മര്യാദയ്ക്ക് കഴിക്കാനൊക്കെ പറ്റി. ഇനി ഞങ്ങൾക്കൊന്ന് റെഡി ആവാനുണ്ട്, ഒന്ന് പുറത്ത് പോകണം. അപ്പോൾ ഞങ്ങളൊന്ന് റെഡി ആയിട്ട് കാണാം. അങ്ങനെ ഇതാ ഞാൻ റെഡിയായി. ഈ ഉടുപ്പ് എനിക്ക് കഴിഞ്ഞ ബർത്ത്ഡേൻ്റെ മുമ്പത്തെ ബർത്ത്ഡേക്ക് സ്നേഹ എനിക്ക് ഗിഫ്റ്റ് ചെയ്തതാണ്. ഇതിൻ്റെ മെറ്റീരിയലൊക്കെ എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ. നല്ല കംഫർട്ടാണ് ഇടാനായിട്ട്. മീഷോന്നാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ഞാനൊരു 100-ലേറെ പ്രാവശ്യം ഇട്ടിട്ടുണ്ടാവും. സ്നേഹ റെഡിയായി നിൽക്കുകയാണ്. ഇനി ഞാൻ അവളെ കാണിച്ചു തരാം. ഇതും ഞാൻ മീഷോന്ന് വാങ്ങിച്ചതാണ് ഒരു ക്രിസ്മസ് ടൈമിൽ. അപ്പം ഞങ്ങൾ മൂവി കാണാനായിട്ടാണ് പോണത്. അപ്പം ഞങ്ങൾ ഇറങ്ങുകയാണേ. അങ്ങനെ ഞങ്ങൾ തിയേറ്ററിൽ എത്തിയിട്ടുണ്ട്. 10:45 ഷോ ആണ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. പടം തുടങ്ങാറായി. വാഴ കാണാനാട്ടോ ഞങ്ങൾ വന്നിട്ടുണ്ടായേ. അങ്ങനെ മൂവി ഇതാ തുടങ്ങി. ഞങ്ങളങ്ങനെ മൂവിയൊക്കെ കണ്ട് കോളേജിൽ തിരിച്ചെത്തിയിട്ടുണ്ട്. നല്ല മൂവിയായിരുന്നു, ഞങ്ങൾക്ക് ഇഷ്ടമായി. ഒത്തിരി ചിരിക്കാനൊക്കെ ഉണ്ടായിരുന്നു. ഉച്ചയ്ക്ക് ഫുഡൊന്നും കഴിച്ചിട്ടില്ല. ഇനി ഹോസ്റ്റലിൽ പോയിട്ട് ഫുഡൊക്കെ കഴിക്കണം. അതാണ് അടുത്ത പരിപാടി. അങ്ങനെ മെസ്സിൽ പോയി ഫുഡൊക്കെ കഴിച്ചിട്ട് ഇപ്പോൾ ഹോസ്റ്റൽ റൂമിലേക്ക് എത്തി. ഇന്ന് കഴിക്കാൻ ചോറും സാമ്പാറും അവിയലും പിന്നെന്തായിരുന്നു, അച്ചാറും ഉണ്ടായിരുന്നു. ഇനി ഞങ്ങളുടെ അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ നെറ്റ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു മോക്ക് ടെസ്റ്റ് ഞങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാനുണ്ട്. അപ്പോൾ ഞങ്ങൾ അതൊക്കെ ചെയ്യട്ടെ. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും സീരിയസ് ആയിട്ടിരുന്ന് എക്സാം അറ്റൻഡ് ചെയ്യണേ കേട്ടോ. നിങ്ങളീ കാണണേ. 3 മണിക്കൂറായിരുന്നു എക്സാം അറ്റൻഡ് ചെയ്യാനുള്ള ടൈം. 300 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ഞങ്ങൾ ഈ അടുത്താട്ടോ കോച്ചിങ്ങിന് ജോയിൻ ചെയ്തത്. അതുകൊണ്ട് തന്നെ അധികം പഠിച്ചിട്ടൊന്നും ഇല്ലായിരുന്നു. എന്നാലും ഇതൊരു മോഡൽ എക്സാം ആയിരുന്നു. അപ്പോൾ ഒരു എക്സ്പീരിയൻസിന് വേണ്ടി എഴുതിയതാണ്. ഇനി കുറച്ചുകൂടി നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് അടുത്ത എക്സാം എഴുതാമെന്നാണ് വിചാരിക്കണേ. അങ്ങനെ എക്സാം അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞു. സമയം ഇതാ 4:30 കഴിഞ്ഞു. ഞങ്ങൾ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ചായക്ക് ഇവിടെ പഴംപൊരി ആയിരുന്നു കേട്ടോ. പക്ഷെ ഞങ്ങൾ കുറച്ച് വൈകിപ്പോയി ചായ എടുക്കാനായിട്ട്. അതുകൊണ്ട് തന്നെ ചായയും പഴംപൊരിയും ഒക്കെ തണുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ സങ്കടവും പിന്നെ വാഴ കാണാൻ പോയതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അതൊക്കെ പറഞ്ഞുകൊണ്ട് ചായ കുടിച്ചുകൊണ്ടിരിക്കുന്നതാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ചായയുടെയൊക്കെ കഴിഞ്ഞു. ഇനി ഞാൻ കുളിക്കാൻ പോവാണ്. അപ്പോൾ കുറേ ഡ്രസ്സൊക്കെ അലക്കാനുണ്ട്. ഞായറാഴ്ച ചെയ്താലും കോളേജൊക്കെ അവധിയാണല്ലോ. അതുകൊണ്ട് ഇന്നലക്കാന്ന് വെച്ചിട്ട് ഞാൻ കുറേ ഡ്രസ്സ് കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതൊക്കെ ഒന്ന് അലക്കണം. അപ്പം ശരി, ഞാൻ കുളിച്ചിട്ടൊക്കെ വരാം. സ്നേഹിത കുളിയൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട്. ഞാനിനി പോയി അലക്കിയതൊക്കെ വിരിച്ചിട്ടെ. ഓക്കെ ഗായ്സ്, അപ്പം ഇനി ഞാൻ പോയി കുളിച്ചിട്ട് വരാം. ഇപ്പതാ സമയം 11 മണി. ഒരാൾ ഇപ്പൊ കുളിച്ച് വരണേ ഉള്ളൂ. അത് പിന്നെ നിങ്ങളോട് നേരത്തെ കുളിച്ചിട്ട് വരാന്നൊക്കെ പറഞ്ഞെങ്കിലും കുറച്ച് വൈകിപ്പോയി. അതെ റീൽസ് കണ്ട് ഇരിക്കായിരുന്നു ഇവള്. മാത്രമൊന്നുമല്ല, എനിക്ക് കുറെ വീഡിയോസ് ഒക്കെ എഡിറ്റ് ചെയ്യാനുണ്ടായിരുന്നു. അത് ചെയ്തു. അപ്പോഴത്തേക്ക് പിന്നെ ഫുഡ് കഴിക്കാനൊക്കെ ടൈമായി. പിന്നെ അത് പറഞ്ഞപ്പോഴാട്ടോ ഓർത്തെ ഞങ്ങൾ നൈറ്റിലെ ഫുഡൊക്കെ കഴിച്ചു കേട്ടോ. ഇന്ന് ചോറിന് ഇവിടെ മോരുകറിയും സോയാബീനും പപ്പട അച്ചാറൊക്കെ ആയിരുന്നു കഴിക്കാണ്ടായിരുന്നേ. അതൊക്കെ കഴിച്ചു. പിന്നെന്താ, കഴിച്ചോണ്ടാ തന്നെ കുളിക്കുന്നത് ശരിയില്ലല്ലോ. അപ്പോൾ ഞാൻ വീട്ടിലേക്കൊക്കെ കോൾ ചെയ്തു. പിന്നെ സ്നേഹയുടെ മണ്ടത്തരങ്ങളൊക്കെ കേട്ട് കുറേ നേരം ഇരിക്കായിരുന്നു. ഓ പിന്നെ മെസ്സുകളുടെ വീഡിയോസൊക്കെ പിന്നെ എടുക്കാത്ത എന്താ വെച്ചാൽ മുമ്പൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, അവിടേക്ക് ഫോൺ കൊണ്ടുപോകാൻ പറ്റില്ല കേട്ടോ. അതുകൊണ്ടാണ്. കുളിച്ച് വന്നപ്പോഴത്തേക്ക് സ്നേഹിത ബെഡൊക്കെ വിരിച്ച് സെറ്റാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ കിടന്നാൽ മതി. എനിക്ക് നല്ല ഉറക്കമൊക്കെ വരുന്നുണ്ട്. അപ്പം ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെയുള്ളൂ. ഞങ്ങളുടെ ഞായറാഴ്ച ഇത് ഇങ്ങനെയൊക്കെ അങ്ങ് തീർന്നു. അപ്പോൾ ഇനി പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പം എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ. നിങ്ങളുടെ സപ്പോർട്ടാണ് ഞങ്ങൾക്ക് എല്ലാം. അപ്പം എല്ലാവർക്കും ഗുഡ് നൈറ്റ്.